ചേച്ചി ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. അല്ല, ഇത് എന്ത് പറ്റിയ ഇവിടെ ഇരിക്കണേ? എന്റെ പൊന്നു ഡോക്ടറെ, എനിക്കിപ്പോ ഒരു ശകലം നേരം പോലും നിൽക്കാൻ വയ്യ. കാല് കട്ട് കഴിക്കുക. കേട്ടിട്ട് വെരിക്കോസിന്റെ ലക്ഷണം പോലെ ഉണ്ടല്ലോ. വെരിക്കോസോ? അതാണോ എന്റെ കാലിലെല്ലാം ഞരമ്പ് ഇങ്ങനെ നീലിച്ച് കിടക്കുന്നേ? അതെ, നമ്മുടെ കാലില് ഈ ഞരമ്പുകളൊക്കെ നീലിച്ച് തടിച്ച് കിടക്കുന്നതും അതുപോലെ തന്നെ കാലിന് വളരെയധികം കട്ടുകഴപ്പ് ഉണ്ടാവുന്നതും കാലിൽ നീര് വെക്കുന്നതൊക്കെ വെരിക്കോസിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ ഡോക്ടറെ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെരിക്കോസ് ഒക്കെ വരുന്നേ? ചേച്ചിക്ക് എന്തുകൊണ്ടാ വന്നേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ആയിട്ട് എന്താ ഈ വെരിക്കോസ് എന്നറിയോ? വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും രക്തം എത്തുന്നത്. പക്ഷെ ഈ രക്തം കാലിലോട്ട് പോയിട്ട് തിരിച്ചു മുകളിലോട്ട് കയറാൻ വരാതെ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഇത് അവിടെ അടിഞ്ഞുകൂടും. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാലുകളുടെ ഞരമ്പുകളൊക്കെ നീല കളറായി തടിച്ചു വരാനായിട്ട് തുടങ്ങുന്നത്. ഇതാണ് ശരിക്കും പറയുക വെരിക്കോസ്. ഇനി ചേച്ചിക്ക് വരുന്നത്, ചേച്ചി ഇപ്പൊ ഇവിടെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും അടുക്കളയിലൊക്കെ ഒരുപാട് നേരം നിൽക്കുമല്ലേ. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ഈ രക്തം തിരിച്ച് മുകളിലോട്ട് കയറി വരാനായിട്ട്. അപ്പൊ കാലിന് പ്രത്യേകിച്ച് മൂവ്മെന്റുകളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ രക്തം അവിടെ സ്റ്റക്കായി നിൽക്കും. അതാണ് ചേച്ചിക്ക് വരാനായിട്ടുള്ള മെയിൻ കാരണം. ചേച്ചിക്ക് മാത്രമല്ല, ഇപ്പോ ഈ നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇല്ലേ, അവർ ഒരുപാട് നേരം നിൽക്കല്. വെരിക്കോസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ടീച്ചേഴ്സിനാണ്. കാരണം അവര് ഒരുപാട് നേരം ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് കാലുകൾക്ക് അനക്കമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ രക്തം മുകളിലോട്ട് വരില്ല. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. പിന്നെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ വീട്ടിലത്തെ അമ്മമാര്. അവർ അടുക്കളയിൽ ഒരുപാട് നേരം നിന്ന് പണിയെടുക്കുന്നത് കൊണ്ട് അവർക്കും ഈ വെരിക്കോസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ഡോക്ടറെ, ഇന്നാളെ നമ്മുടെ ക്ലിനിക്കിലെ ഒരു അമ്മച്ചി വന്നില്ലേ വെരിക്കോസ് ആയിട്ട്? കാലൊക്കെ പൊട്ടിയളിഞ്ഞ് ബ്ലഡൊക്കെ വന്ന് കാലിന് നീരൊക്കെ വെച്ച്. അതുപോലെ ആവുമോ എൻ്റെ കാലും? അയ്യോ, ആ അവസ്ഥയിലോട്ടൊക്കെ വരണമെങ്കിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും. ഇപ്പൊ ആ അമ്മച്ചിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമ്മച്ചിക്ക് വെരിക്കോസ് ഉണ്ടെന്ന് അമ്മച്ചിക്ക് അറിയായിരുന്നു. എന്നിട്ട് അമ്മച്ചി ട്രീറ്റ്മെന്റുകൾ ഒന്നും എടുത്തില്ല. ഒരു 10 വർഷത്തിന് മേലെ ആയിട്ട് ആള് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാണ്ടാണ് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. ഇപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ കാരണമായത് എന്തുകൊണ്ടാ? ആളുടെ കാലൊക്കെ നീര് വെച്ച് ആൾക്ക് പയ്യെ ചൊറിയാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇത് പൊട്ടാനായിട്ടൊക്കെ കാരണമായി. അതുകൊണ്ടാണ് ആള് ട്രീറ്റ്മെന്റ് എടുത്തത്. അതേസമയം ആള് കൃത്യമായിട്ട് ആ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഇപ്പൊ അമ്മച്ചി മാത്രമല്ല, ചേച്ചിക്ക് അറിയാലോ, നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് എന്ന് പറയുന്നത്. അതിൽ പലരുടെയും കണ്ടീഷൻ വ്യത്യാസമാണ്. ഇപ്പൊ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാല് കട്ടുകഴുപ്പ് ഉണ്ടാകും, ചെറുതായിട്ട് ഞരമ്പുകളൊക്കെ നീല കളർ ആകും. കുറച്ചുകൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഞരമ്പ് വളരെയധികം തടിച്ച് വരാനായിട്ട് തുടങ്ങും. അപ്പൊ കാലിലോട്ടൊക്കെ പയ്യെ പയ്യെ നീരിറങ്ങി തുടങ്ങും. പിന്നെ വളരെ സിവിയർ ആകുന്ന കണ്ടീഷനാണ് ഈ ചൊറിഞ്ഞു പൊട്ടുക, അൾസറേഷൻ ഒക്കെ രീതിയിലോട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റേജുകളിൽ നമ്മൾ അതിനനുയോജ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓ, അതാണല്ലേ നമ്മുടെ ക്ലിനിക്ക് വരുന്ന പേഷ്യൻസിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. ഞാൻ ഇന്ന് തന്നെ എക്സസൈസും മരുന്നും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ രോഗം വരാതെ സൂക്ഷിക്കുന്നത്? ആ തീരുമാനം വളരെ നല്ലതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ റിവേഴ്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടും തോറും ഒരു അൾസറേഷൻ രീതിയിലോട്ടൊക്കെ പോകും. അപ്പൊ ഇന്ന് തന്നെ എക്സസൈസും മരുന്ന് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതുപോലത്തെ ഹെൽത്തി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കണോ? എങ്കിൽ ആയുർജൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക.